നമസ്കാരം. നമ്മുടെയൊക്കെ കുട്ടികൾ എന്ന് പറയുന്നത് നമ്മുടെ സമ്പത്താണ്, നമ്മുടെ സ്നേഹമാണ്, നമ്മുടെ എല്ലാം എല്ലാമാണ്. നമ്മൾ പൊന്നുപോലെ വളർത്തുന്ന കുട്ടികളെ അവർക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നല്ല സ്കൂളുകൾ എന്ന് നമ്മൾ കരുതി തെരഞ്ഞെടുത്ത് സ്കൂളിലേക്ക് അയക്കുന്നത്. എന്നാൽ പാലക്കാട് ശ്രീകൃഷ്ണപുരത്ത് സെന്റ് ഡൊമിനിക് സ്കൂളിൽ നടന്ന അതിക്രൂരമായ നടപടികളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അവിടുത്തെ ആഷിർനന്ദ എന്ന കുട്ടി 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഈ ഗതി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തായിരിക്കും ആ സ്കൂളിൽ ഈ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നത്? അവിടെ എന്തായാലും ജനരോക്ഷം ആളിക്കത്തുകയാണ്. ാണ് അവര് ഈ ഒരു സ്കൂളിലെ പോലും ആ ഗ്രൂപ്പിനകത്ത് ഒരു അനുശോചനം അവർ ഇതുവരെ അറിയിച്ചിട്ടില്ല. ഇപ്പൊ ഒരു മണിക്കൂർ മുന്നേ വന്ന അനുശോചനമാണ് ഇത് നിങ്ങളിത് കാണിക്കണം. ഇത് ഇത് സ്കൂളിലെ അധികൃതരെല്ലാം തന്നെ ആകെ പരിങ്ങലിരിക്കുകയാണ്. മീഡിയക്കാർക്ക് മുന്നിൽ ഒന്നും പറയാൻ പോലും അവർക്കുള്ള ശക്തിയില്ല. അവര് തളർന്നിരിക്കുകയാണ്. എന്തായാലും ശരി, ഇതുപോലുള്ള പ്രവൃത്തികൾ കാണിച്ചതിനെ പിന്നെ നാട്ടുകാരും അതുപോലെ ഈ രക്ഷകർത്താക്കളും പ്രതികരിച്ച് ഇത് തുടർ സംഭവമായി മാറും. ഒരു കുട്ടിക്ക് ഈ ഇങ്ങനൊരു മരണം സംഭവിച്ചിട്ട് രണ്ട് ദിവസമായിട്ടും ഒരു അനുശോചനം ഇടാതെ എന്ത് മനുഷ്യത്വമാണ് ഇവർക്ക് പിന്നിലുള്ളത്? അതുപോലെ തന്നെ ഈ അനുശോചനം രേഖപ്പെടുത്തിയതിന് ശേഷമുള്ള അതായത് സ്കൂളിനെതിരെ പ്രവർത്തിക്കുന്ന കുട്ടികളെ അങ്ങനാക്കും ഇങ്ങനാക്കും എന്ന് ഭീഷണിപ്പെടുത്തുന്ന രീതികളാണ്. ഇവർക്ക് ഈ വളരെ സ്നേഹമായിട്ട് ഇടപെടേണ്ട കുട്ടികളോട് ഇന്ന് നമുക്കറിയാം, ഇപ്രാവശ്യം സ്കൂൾ തുറന്നിട്ട് പോലും ഒരാഴ്ച ഈ അവർക്ക് മോട്ടിവേഷൻ, അതുപോലെ കൗൺസിലിംഗ്, അതുപോലുള്ള ക്ലാസ്സുകൾ കൊടുത്താണ് ഇന്ന് സർക്കാരുകൾ അതിന്റെ ഇതനുസരിച്ച് സ്കൂളുകൾ തുറന്നത്. ആ വർഷം തന്നെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. ഫസ്റ്റ് 4 പേര് അനുശോചനം, ബാക്കിയുള്ള പാരഗ്രാഫ് ഭീഷണിയാണ്. അതായത് ഇതിലേക്ക് ആരെങ്കിലും ഇതൊന്നും നിങ്ങളോട് കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല? ഇല്ല, പറയുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ ചോദിക്കുന്നുണ്ട്, ഇവിടുത്തെ PTA മീറ്റിംഗ് ഓക്കെ ഞങ്ങൾ ഇവിടെ സംസാരിക്കും. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ കുട്ടിയുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുണ്ടല്ലോ, എന്തായാലും ശരി, പ്രതിഷേധം നല്ല രീതിയിൽ കനക്കുകയാണ്. അതിനിടയിൽ ഈ സ്കൂളിൽ നിന്ന് നേരത്തെ തന്നെ ഒരു പരാതി ഉന്നയിച്ച അവിടുത്തെ ഒരു മുൻ അധ്യാപകയുണ്ട്, വന്ദന രാജേഷ്. ഈ ഈ ടീച്ചർ ഈ പരാതികളൊക്കെ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. പക്ഷെ അതൊന്നും ഇത് ശരിയായ രീതിയിൽ നടപടി കൈക്കൊണ്ടില്ല. ഇപ്പോൾ ആ ടീച്ചർ ആ സ്കൂളിലില്ല. അവര് പറയുന്ന വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ സത്യത്തിൽ ഇത് നേരത്തെ തന്നെ ഇതിനൊക്കെ എതിരെ നടപടി എടുക്കേണ്ടെന്ന് തോന്നിപ്പോകും. കാരണം എന്താ വെച്ചാൽ അവിടെ ടീച്ചേഴ്സിന്റെ പേര് എടുത്തെടുത്ത് പറഞ്ഞ് ഞാൻ കേട്ടു. അപ്പൊ ടീച്ചേഴ്സ് മാത്രം അതിൽ ഉത്തരവാദിയാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ടീച്ചേഴ്സ് ഒരുപാട് എഫേർട്ട് അവിടെ എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഞാനെങ്കിലും അവിടെ ശബ്ദം ഉയർത്തണം എന്ന് എനിക്ക് തോന്നിയത്. സ്കൂളിനെതിരെയും സ്കൂളിലെ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള അധ്യാപകർക്കെതിരെയും ആരോപണം ഉന്നയിച്ചിട്ടാണ് കുട്ടി ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു മാനസികമായ സമ്മർദ്ദം സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടോ? അങ്ങനെ മാനസിക സമ്മർദ്ദം ഉണ്ടത് ഓരോ കുട്ടികളെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ലേ ഇരിക്കുക. ഓരോ കുട്ടികളും വ്യത്യസ്തരാണ്. ഓരോ കുട്ടികളുടെ മൈൻഡ് സെറ്റ് ഡിഫറെന്റ് ആണ്. ചിലപ്പോൾ ഒരു കുട്ടിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും, ചിലപ്പോൾ ശരിയായിരിക്കും. നമ്മൾ കരുതുന്ന ഒരു ക്ലാസ്സിലെ 40 കുട്ടികളുടെ 40 പേരും 40 രീതിയിലായിരിക്കും അവരുടെ മാനസികമായുള്ള പഠിക്കുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നത്, അതുപോലെ മാനസികമായ അവരുടെ നിലയും. ഇത് മനസ്സിലാക്കാത്ത എന്ത് സ്ഥാപനമാണ്, എന്ത് അധ്യാപകരാണ് അവിടെ ഉള്ളത്? ആ കുട്ടിയെ സംബന്ധിച്ച് 1.5 മാർക്ക് കുറഞ്ഞു, അതുകൊണ്ട് ഡിഗ്രേഡ് ചെയ്യും, 8ാം ക്ലാസ്സിലിരുത്തും എന്ന് പറഞ്ഞ് എഴുതി വാങ്ങിക്കുക. ഇതൊക്കെ ഒരു മര്യാദഘട്ട പരിപാടികളാണ്. വിദ്യാഭ്യാസ രംഗത്ത് ഇന്ന് കേരളം നല്ല രീതിയിലൊക്കെയാണ് പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ഇതുപോലുള്ള ചില സ്കൂളുകൾ കാണിക്കുന്ന വൃത്തികേടുകൾ കണ്ടു കഴിഞ്ഞാൽ അതിനെതിരെ ശക്തമായ ഇനി ഒരു സ്കൂളും ഇതുപോലുള്ള ഗവൺമെന്റ് സ്കൂളായാലും ശരി, എയ്ഡഡ് അൺഎയ്ഡഡ് ആയാലും ശരി, ഏത് സ്കൂളായാലും ഇങ്ങനെ പ്രവർത്തിക്കരുത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. കാര്യം നമ്മുടെ കുട്ടികൾ എത്ര ഇത്രയും വളർത്തിക്കൊണ്ടുവന്ന ആ ഒരു 14 വയസ്സുള്ള ആ ഒരു കുട്ടി, അതിന്റെ വേർപാട് എങ്ങനെ ആ വീട്ടുകാർക്ക്, ഈ ആരോപണം പറയുന്നവർക്കോ അല്ലെങ്കിൽ ഈ പ്രതിഷേധം ഇതൊക്കെ അടങ്ങും. പക്ഷെ ആ വീടിന്റെ ദുഃഖം ഒരിക്കലും ആ മാതാപിതാക്കളുടെ മനസ്സിൽ നിന്ന് മായില്ല. സ്കൂളിന് ചിലപ്പം അല്ലെങ്കിൽ 2 മാസം കഴിയുമ്പോഴത്തേക്ക് അവര് പ്രവർത്തനം തുടങ്ങും. അവരവരുടെ രീതികളിൽ നിന്ന് കുറച്ചൊക്കെ ചിലപ്പോൾ തീരുമാനം എടുത്തേക്കും. പക്ഷെ എന്നാൽ പോലും ഈ വീട്ടുകാർക്കുണ്ടായ നഷ്ടം, അവരുടെ ദുഃഖം
അതാണ് നമ്മളെ കൂട്ടുള്ള മാനസികമായ ഒരു വിഷമം അത് തന്നെയാണ്. ഈ സ്കൂളിന് എതിരെ നടപടി എടുക്കുക എന്നുള്ളതല്ല, ഈ കേരളത്തിൽ ഇത്തരം ഒരു പരിപാടി ഇനി ആവർത്തിക്കരുത്. കുട്ടിക്ക് വീട്ടിൽ ചെന്ന് എല്ലാം പറയാൻ പറ്റുന്നുണ്ടാവും, എല്ലാം ഷെയർ ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുകയാണെങ്കിൽ കൗൺസിലിംഗ് ആണ്. ഒരു ക്ലാസ്സിൽ നിന്ന് ഒരു ക്ലാസ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ആ കുട്ടികൾക്ക് പ്രോപ്പർ കൗൺസിലിംഗ് കൊടുക്കണം. എന്ത് റീസൺ കൊണ്ടാണ് ക്ലാസ് മാറ്റുന്നത് എന്നുള്ള പ്രോപ്പർ കൗൺസിലിംഗ് കൊടുക്കണം. അതില്ലാതെ വരുന്ന സമയത്താണ് ഈ കുട്ടികൾക്ക് മാനസികമായ ബുദ്ധിമുട്ടുകൾ വരുന്നത്. കുട്ടികൾക്ക് മാനസിക സമ്മർദ്ദമല്ല കൊടുക്കണം. നമ്മുടെ കുട്ടിയെ കൊലയ്ക്ക് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. കുട്ടിക്ക് അവിടെ നടന്നിട്ടുള്ള ഇതുപോലുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഈ ഡിഗ്രേഡ് ചെയ്യപ്പെടുക, അതുപോലെ ഒരു ക്ലാസ്സിലെ കുട്ടികൾ 40 കുട്ടികളുടെ 40 കുട്ടികളെയും 40 പേർക്കും ഒരേ രീതിയിലുള്ള ബുദ്ധിയും പ്രാവീണ്യവും പഠിക്കാൻ ചിലപ്പോൾ കാണത്തില്ല. താഴെയുള്ള ഇച്ചിരി പിറകിൽ നിൽക്കുന്ന കുട്ടികളെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതിനാണ് അവർ കൂടുതൽ പ്രവർത്തിക്കേണ്ടത്. അവിടെ അവരുടെ വിജയം, സ്കൂളിന്റെ വിജയം ഉറപ്പിക്കുന്നതിന് വേണ്ടി അവര് പഠിക്കുന്ന കുട്ടികളെ ഒരു ക്ലാസ്സിലും ഇച്ചിരി മോശം വരുന്ന കുട്ടികളെ വേറൊരു ക്ലാസ്സിലേക്ക് മാറ്റുന്ന പ്രവണത. ശരിക്കും പറഞ്ഞാൽ മാനസികമായി ആ കുട്ടികളെ സംബന്ധിച്ചിട്ട് എന്ത് പഠിപ്പിച്ചാലും അവർക്ക് പിന്നെ പഠിക്കാൻ പറ്റില്ല. കാര്യം അവരുടെ മനസ്സിലെ ആ മാനസികമായ ഇത് കൗൺസിലിംഗ് ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല. ഇതിനെതിരെ ഈ വിദ്യാഭ്യാസ നയം 2 രീതിയിൽ 2 തട്ടിൽ ഇവിടുത്തെ നിയമമാണിത്. ഈ ആര് പറഞ്ഞിട്ടാണ് ഇവരിത് ചെയ്യുന്നത്? ആ കുട്ടികളെ വേറൊരു ക്ലാസ്സിലേക്ക് പഠിക്കാത്ത പിള്ളേരെന്നുള്ള ഒരു ലേബൽ മാറ്റിക്കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ എന്താണ്? അവരുടെ മാനസികാവസ്ഥ എന്താണ്? പഠിക്കാൻ അവർക്കൊരു ഒരു പ്രേരണ കൊടുക്കേണ്ട അധ്യാപകർ ചെയ്യുന്ന ഈ ശ്രീകൃഷ്ണപുരത്തെ ഈ സ്കൂളിനെതിരെ കർശന നടപടി വേണം. അതായത് കുട്ടിയുടെ അച്ഛൻ പറയുന്ന ചില വാക്കുകൾ കൂടി നമുക്കൊന്ന് കേൾക്കാം. ഡിവിഷൻ മാറ്റി അവള് സ്കൂളിൽ നിന്ന് അന്ന് ഡിവിഷൻ മാറ്റി അന്ന് വരുന്ന സമയത്ത് തന്നെ സ്കൂൾ ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാനാണ് അവളെ കൂട്ടാൻ പോയത്. സ്കൂൾ ബസ്സിൽ നിന്ന് ഇറങ്ങി ആ നിമിഷം തന്നെ അവൾ എന്നോട് പറഞ്ഞത് വെച്ചാൽ ഞാൻ ക്ലാസ്സിൽ ഞങ്ങളെ ഷഫിൾ ചെയ്തു, അതുകൊണ്ട് ഞാൻ കുറേ കരഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ അവളെ അനിയത്തി എൻ്റെ കൂടെ ഉണ്ട്. അവളും ചേച്ചി കുറേ കരഞ്ഞു, അവൾ ബസ്സിൽ നിന്നെല്ലാം കരയായിരുന്നു പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഒരു ക്ലാസ്സിൽ നിന്ന് 1.5 മാർക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞ് മറ്റൊരു ക്ലാസ്സിലേക്ക് മാറ്റുക, അതിന്റെ മാനസിക പ്രയാസം ആ കുട്ടിയെ വല്ലാതെ തളർത്തി. നമുക്കറിയാം, ഒരിക്കലും ഒരു സ്കൂളും ചെയ്യാത്ത ഒരു പ്രവൃത്തിയാണ്. സാധാരണ നമ്മൾ ചില സ്കൂളുകൾ ഫണ്ട് കാണുന്നത് ഈ പഠിക്കാത്ത പിള്ളേരെ പുറകിലോട്ടൊക്കെ ഇരുത്താറുണ്ട്. അത്ര മാത്രമേ ചെയ്യാറുള്ളൂ. പഴയ സ്കൂളിലെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ പഠിക്കാത്ത പിള്ളേരെ ഒരു ക്ലാസ്സിലേക്ക് തരം താഴ്ത്തപ്പെട്ടു, എന്നിട്ട് അവരുടെ രക്ഷിതാക്കൾക്ക് ഉൾപ്പെടെ പിന്നെന്താ നമ്മുടെ സ്കൂളിൽ വിടുന്നത്? ഈ പഠിക്കാനുള്ള കഴിവ് ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ വിടുന്നത്? ബുദ്ധി പലർക്കും പല രീതിയിലായിരിക്കും. എല്ലാവരും ടോപ്പൊന്നും ആകണമെന്നില്ല. പലരുടെയും മക്കൾക്ക് അവിടെ വരുന്ന സാഹചര്യം പാവപ്പെട്ടവന്റെയും കുട്ടികൾ വരുന്ന ഇതാണ് സ്കൂൾ എന്ന് പറയുന്നത്. അപ്പൊ അവിടെയൊക്കെ ഒരു സംയമനം ഇവർ പാലിക്കേണ്ട അത്യാവശ്യമായിരുന്നു. എന്തായാലും ശരി, ഇതുപോലുള്ള അനുഭവം, ഇതുപോലുള്ള പിഞ്ചോമനകൾ മാനസികമായി തളർന്ന ഇതുപോലുള്ള പ്രവൃത്തികൾ ചെയ്യരുത്. ഇന്ന് നമുക്ക് നിയമമുണ്ട്, പിന്നെ നേരിടാനുള്ള മാർഗങ്ങളുണ്ട്, എല്ലാ സഹായവും നമുക്ക് ഇവിടെ ലഭ്യമാണ്. ഇത് കാണുന്ന കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ അമ്മമാർ, അല്ലെങ്കിൽ സഹോദരങ്ങൾ, ഈ കുട്ടികൾക്ക് 10 പേരെങ്കിലും ഈ വക കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.